താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു ഏത്? ഉത്തരം ഓപ്ഷൻ എ സുനന്ദിനിയാണ്. സുനന്ദിനിയാണ് താഴെ പറയുന്നവയിൽ സങ്കരവർഗം പശു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റാണ് അത്യുൽപാദനശേഷിയുള്ള സുനന്ദിനി എന്ന കന്നുകാലിയെ വികസിപ്പിച്ചെടുത്തത്. അപ്പം മൂന്നാറിനടുത്തുള്ള മാട്ടുപ്പെട്ടിയിലെ ഇൻഡോസിസ് പ്രോജക്റ്റാണ് അത്യുൽപാദനശേഷിയുള്ള സുനന്ദിനി എന്ന കന്നുകാലിയെ വികസിപ്പിച്ചെടുത്തത്. ഏറ്റവും ചെറിയ കന്നുകാലി ഇനമാണ് വെച്ചൂർ പശു. അപ്പോൾ വെച്ചൂർ പശുവാണ് ഏറ്റവും ചെറിയ കന്നുകാലി ഇനം. ലോകത്തിലെ ഏറ്റവും വലിയ പശുവാണ് മൗണ്ട് കെറ്റാഡിൽ. അപ്പം മൗണ്ട് കെറ്റാഡിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പശു. ലോകത്തിലെ രണ്ടാമത്തെ ചെറിയ ഇനം കന്നുകാലിയാണ് കാസർഗോഡ് ഡോർഫ്. ലോകത്തിലെ രണ്ടാമത്തെ ചെറിയ ഇനം കന്നുകാലിയാണ് കാസർഗോഡ് ഡോർഫ്. അപ്പോൾ ഏറ്റവും ചെറിയ കന്നുകാലി ഇനമാണ് വെച്ചൂർ പശു. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ ചെറിയ ഇനം കന്നുകാലിയാണ് കാസർഗോഡ് ഡോർഫ്. ലോകത്തിലെ ഏറ്റവും വലിയ പശുവാണ് മൗണ്ട് കെറ്റാഡിൽ. സിന്ധി പശുവിൻ്റെ ജന്മദേശം പാകിസ്ഥാനാണ്. സിന്ധി പശുവിൻ്റെ ജന്മദേശം പാകിസ്ഥാനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശു ഇനമാണ് ഹോളിസ്റ്റീൻ. അപ്പോൾ ഹോളിസ്റ്റീൻ എന്ന് പറയുന്ന പശുവർഗമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വെച്ചൂർ പശുവിൻ്റെ ജന്മനാട് കോട്ടയമാണ്. അപ്പോൾ വെച്ചൂർ പശുവിൻ്റെ ജന്മനാട് കോട്ടയമാണ്. പ്രത്യുൽപാദനശേഷി കൂടുതലുള്ള മൃഗമാണ് കാള. അപ്പോൾ പ്രത്യുൽപാദനശേഷി കൂടുതലുള്ള മൃഗം കാളയാണ്. ആദ്യത്തെ ക്ലോണിംഗ് എരുമയാണ് സംരൂപ. ആദ്യത്തെ ക്ലോണിംഗ് എരുമയാണ് സംരൂപ. മുറ എന്നത് സങ്കര ഇനം എരുമയാണ്. അപ്പം മുറ എന്നത് സങ്കര ഇനം എരുമയാണ്. സങ്കര ഇനം ആടാണ് മലബാറി. അപ്പോൾ സങ്കര ഇനം ആടാണ് മലബാറി. പാവപ്പെട്ടവൻ്റെ പശു എന്നറിയപ്പെടുന്നത് ആടാണ്. അപ്പോൾ ആടിനെയാണ് പാവപ്പെട്ടവൻ്റെ പശു എന്ന് വിശേഷിപ്പിക്കുന്നത്. പശു ദേശീയ മൃഗമായ രാജ്യമാണ് നേപ്പാൾ. പശു ദേശീയ മൃഗമായ രാജ്യമാണ് നേപ്പാൾ. ജേഴ്സി ഏതു രാജ്യത്തെ കന്നുകാലി വർഗമാണ്? ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ കന്നുകാലി വർഗമാണ് ജേഴ്സി. പശുവിൻ്റെ ശാസ്ത്രീയ നാമം ബോസ് പ്രൈമിജീനിയസ് ടോറസ് എന്നാണ്. ബോസ് പ്രൈമിജീനിയസ് ടോറസ് എന്നാണ് പശുവിൻ്റെ ശാസ്ത്രീയ നാമം. താങ്ക് യു.